ഇനി ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ന്യൂട്രീഷൻ. അപ്പൊ അടുത്ത മൂന്നാമത്തെ ടോപ്പിക്കിലേക്ക് നമ്മൾ പോവാണ്. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ന്യൂട്രീഷൻ. ന്യൂട്രീഷനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് ബയോളജിക്കൽ ഫാക്ടേഴ്സ്. ബയോളജിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹങ്കർ, അപ്പറ്റൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ വിശപ്പ്, ഏജ്, ജെൻഡർ, ഹെൽത്ത് സ്റ്റാറ്റസ്. ഇതിന് അക്കോർഡിംഗ് ആയിരിക്കും ന്യൂട്രീഷനെ ഇതെല്ലാം നമുക്ക് അഫക്റ്റ് ചെയ്യും. ഒന്നാമത്തത് ഹങ്കർ, നമ്മുടെ വിശപ്പും അതുപോലുള്ളതൊക്കെ അനുസരിച്ചിരിക്കും. രണ്ട്, ഏജ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് ചിൽഡ്രനിൽ നമുക്ക് ന്യൂ ബോൺ, ചിൽഡ്രൻ അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടില്ലേ? അങ്ങനെ ചിൽഡ്രനിലുള്ള ഫുഡിൻ്റെ ന്യൂട്രീഷൻ്റെ ആവശ്യകത ആയിരിക്കില്ല ഒരു അഡൽട്ടിനുണ്ടായിരിക്കുക. അഡൽട്ടിന് എനർജി ഈൽഡിങ് ആയിരിക്കണം. കുട്ടികൾക്ക് പ്രോട്ടീൻ, അതായത് നമുക്ക് ബോഡി ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കണം. പിന്നെ എൽഡർലി ആൾക്കാർക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഡിസീസ് പ്രിവെൻഷന് വേണ്ടിയിട്ടുള്ള ഫുഡായിരിക്കണം കൂടുതൽ, ന്യൂട്രീഷൻ ആയിരിക്കണം കൂടുതൽ പ്രൊവൈഡ് ചെയ്യേണ്ടത്. അടുത്തത് ജെൻഡർ എന്ന് പറഞ്ഞാൽ ഫീമെയിലിന് വേണ്ടുന്ന ഫുഡ് ഹാബിറ്റ് ആയിരിക്കത്തില്ല, ഫുഡിൻ്റെ ഇതായിരിക്കത്തില്ല മെയിലിന് വേണ്ടുന്നത്. മെയിലിന് എനർജി ഈൽഡിങ് ആയിരിക്കണം. ഇപ്പോൾ ഫീമെയിലിന് നമുക്കിപ്പം അയൺ റിച്ച് ഒക്കെ ആയിരിക്കും വേണ്ടുന്നത്. അപ്പോൾ അവരുടെ പ്രഗ്നൻസി റിലേറ്റഡ് അല്ലെങ്കിൽ മെനിസ്ട്രേഷൻ റിലേറ്റഡ് അവർക്ക് അയൺ റിച്ച് ഫുഡൊക്കെ ആവശ്യമാണ്. അടുത്തത് ഹെൽത്ത് സ്റ്റാറ്റസ്. നമ്മുടെ ഹെൽത്ത് സ്റ്റാറ്റസ് അനുസരിച്ച് ഇപ്പം അസുഖമുള്ള ഒരാൾ എടുക്കുമ്പം ഫുഡ് പ്രോപ്പറായിട്ട് അവർ എടുക്കാറുണ്ടോ? അപ്പോൾ അവർ കുറച്ച് അവർക്ക് ന്യൂട്രീഷൻ കൂടുതൽ അടങ്ങിയ ഫുഡ് എടുക്കണമെന്നാണ്. പക്ഷെ ചിലപ്പോൾ അതിൻ്റെ ഇൻടേക്ക് കുറവായിരിക്കും. അതിൽ തന്നെ ചില ഡിസീസ് ഉണ്ട്. ഇപ്പം കിഡ്നി ഡിസീസൊക്കെ ഉള്ളവർക്ക് നമുക്ക് ഇന്ന അളവിലുള്ള ഫുഡേ എടുക്കാൻ പാടുള്ളൂ, വാട്ടർ ഇന്ന അളവിലേ എടുക്കാൻ പാടുള്ളൂ, അങ്ങനെയൊക്കെയുള്ള കുറച്ച് റെസ്ട്രിക്ഷൻസും ഉണ്ട്. അടുത്തത് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്. സൈക്കോളജിക്കൽ ഫാക്ടേഴ്സിൽ ഒന്നാമത്തേത് സ്ട്രെസ്സ്. സ്ട്രെസ്സ് നോക്കാം. സ്ട്രെസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് സ്ട്രെസ് ഉള്ളപ്പം ചിലരുണ്ട് ഫുഡ് ഒന്നും കഴിക്കില്ല. സ്ട്രെസ് കൂടുമ്പോൾ ചിലരെന്താ കൂടുതലായിട്ട് ഫുഡ് കഴിക്കും. ഞാൻ ആ ടൈപ്പിലുള്ള ഒരാളാണ്. സ്ട്രെസ് വരുമ്പോൾ എന്താണ് ഫുഡ് കൂടുതൽ എടുക്കും. നമ്മുടെ ഇമോഷൻസ് വരുമ്പോഴും ചിലർ ഫുഡ് കുറച്ചെടുക്കും. പിന്നെ ഫുഡ് പ്രിഫറൻസ്, നമുക്ക് ഫുഡിൻ്റെ പ്രിഫറൻസ് അനുസരിച്ചും ഈ ന്യൂട്രീഷൻ്റെ ഇത് മാറാം. അടുത്തത് ഹാബിറ്റ്. നമ്മുടെ ഹാബിറ്റ് എന്താണ്? ഇപ്പം ചിലരുണ്ട്, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ സ്വീറ്റ്സ് കൂടുതൽ ഉള്ളത് എടുക്കാം, സ്പൈസി ആയിട്ടുള്ള ഫുഡുകൾ എടുക്കാം. അതാണ് ഈ ഹാബിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സും ഉണ്ട്, ബയോളജിക്കൽ ഫാക്ടേഴ്സും നമ്മൾ പറഞ്ഞു. അടുത്തത് സോഷ്യൽ ഫാക്ടേഴ്സ്. ഫാമിലി ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഇപ്പം തന്നെ നമ്മുടെ ഫാമിലിയിൽ എന്താണോ എടുത്തുകൊണ്ടിരിക്കുന്നത് ആ ഫുഡുകളായിരിക്കും നമ്മൾ കൂടുതലായിട്ടും കൺസ്യൂം ചെയ്യുന്നത്. ഇനി പിയർ ഗ്രൂപ്പ്. നമ്മുടെ ഗ്രൂപ്പിൽ ഒരു ഗ്യാങ്ങിലുള്ളവരെടുക്കുന്ന ഫുഡുകളിലേക്ക് നമ്മൾ കൂടുതലും പ്രിഫർ ചെയ്യാറുണ്ട്. അടുത്തത് സോഷ്യൽ ഒക്കേഷൻ അനുസരിച്ച് നമ്മുടെ ന്യൂട്രീഷൻ്റെ ഇത് മാറാം. മീഡിയ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പോൾ പരസ്യങ്ങളൊക്കെ കാണാറില്ല, പരസ്യങ്ങൾക്കനുസരിച്ച് പരസ്യങ്ങൾ നമ്മുടെ ന്യൂട്രീഷൻ്റെ ഇതിനെ അഫക്റ്റ് ചെയ്യും. അടുത്തത് കൾച്ചർ ആൻഡ് റിലീജിയസ് ഫാക്ടേഴ്സ്. എന്ന് പറഞ്ഞാൽ ഒന്ന് കൾച്ചറൽ പ്രാക്ടീസിനനുസരിച്ച് നമ്മുടെ ന്യൂട്രീഷനെ അഫക്റ്റ് ചെയ്യാറുണ്ട്. റിലീജിയൻ അനുസരിച്ച് നമ്മുടെ ഫുഡ് ഹാബിറ്റും ഫുഡിൻ്റെ ന്യൂട്രീഷൻ്റെ ഇതും ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. അപ്പം അതിൽ തന്നെ ഹിന്ദുസ്, മുസ്ലിംസ് നമ്മുടെ ഇവിടെ വെച്ച് നോക്കുമ്പോൾ അവരെടുക്കുന്ന ഫുഡുകൾ വ്യത്യസ്തമാണ്. അടുത്തത് കസ്റ്റം ആൻഡ് റിച്വൽസ്. ഇതും നമ്മുടെ ന്യൂട്രീഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അടുത്തത് എക്കണോമിക് ഫാക്ടേഴ്സിൽ ഇൻകം ലെവൽ. മുമ്പ് ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ കയ്യിലുള്ള ഇൻകത്തിനനുസരിച്ച് നമ്മൾ ന്യൂട്രീഷ്യസ് ഫുഡ് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കും. ഇനി ഫുഡിൻ്റെ പ്രൈസ് അനുസരിച്ച് നമ്മൾ ന്യൂട്രീഷൻ സെലക്ട് ചെയ്യാൻ നോക്കും. അപ്പോൾ പ്രൈസ് കൂടുതലുള്ള കാര്യങ്ങൾ എടുക്കാൻ ഈ ഇൻകം ലെവൽ കുറഞ്ഞ ആൾക്കാർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതനുസരിച്ചും നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇനി അവൈലബിലിറ്റി ഓഫ് റിസോഴ്സസ്. എവിടൊക്കെ മുമ്പ് പറഞ്ഞ പോലെ തന്നെ കേരളത്തിന് ഇന്ന ഫുഡ് ഐറ്റംസ് അവൈലബിൾ ആണെങ്കിൽ നോർത്ത് സൈഡിലോട്ട് പോകുമ്പോൾ അതേ ഫുഡിൻ്റെ അവൈലബിലിറ്റി ഉണ്ടാവില്ലായിരിക്കും. ഇനി എൻവയോൺമെന്റൽ ഫാക്ടേഴ്സിൽ ക്ലൈമറ്റ് അനുസരിച്ച് നമുക്ക് ഫുഡ് ഇൻടേക്കും എല്ലാം മാറും.
അതിൽ ഇപ്പോൾ സമയത്തൊക്കെ ആണെങ്കിൽ നമ്മുടെ ഫുഡ് ഇൻടേക്ക് കൂടാറുണ്ട്. ചൂട് സമയത്തൊക്കെ ആകുമ്പോൾ നമുക്ക് വെള്ളത്തിന്റെ ഇൻടേക്ക് ഒക്കെ കൂടും, അതുപോലെ ഫുഡ് ഇൻടേക്ക് കുറയും. ഇനി ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ അനുസരിച്ച് നമ്മുടെ ഫുഡിന്റെ ന്യൂട്രീഷനെ മെയിൻ ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. ഇപ്പൊ ജിയോഗ്രഫിക്കൽ ഏരിയയിൽ എന്തൊക്കെയാണ് അവിടെ അവൈലബിൾ, അതനുസരിച്ചാണ് അവിടുത്തെ ഏരിയ മാറുന്നതനുസരിച്ച് അവിടെ ഓരോ ഫുഡിന്റെ അവൈലബിലിറ്റി, ന്യൂട്രീഷണൽ ഫുഡിന്റെ അവൈലബിലിറ്റി ഒക്കെ മാറും. ഇനി സീസണൽ അവൈലബിലിറ്റി, ഏതെങ്കിലും സീസണിൽ ഇപ്പൊ ഓറഞ്ച് ഒക്കെ കണ്ടിട്ടില്ലേ, ചില സീസണിൽ മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടാവുള്ളൂ. അപ്പൊ ആ ഒരു സീസൺ അനുസരിച്ചും ഫുഡിന്റെ ഇത് മാറാറുണ്ട്. ഇനി എഡ്യൂക്കേഷണൽ ഫാക്ടേഴ്സ്, മുമ്പ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്ത പോലെ തന്നെ അവയർനെസ് ഓഫ് ഹെൽത്തി ഈറ്റിംഗ്. ഇപ്പൊ അവർക്ക് ഒരു അവയർനെസ് ഉണ്ടെന്ന് വെച്ചോ, ഫുഡിനെ കുറിച്ചും ഏത് തരത്തിലുള്ള ഫുഡ് എടുക്കണമെന്നും ഒക്കെ അവയർനെസ് ഉണ്ടെങ്കിൽ അവർ അതിനനുസരിച്ചുള്ള ഫുഡ് ഇൻ ചെയ്യാറുണ്ട്. അടുത്തത് ന്യൂട്രീഷണൽ എഡ്യൂക്കേഷൻ. ഇപ്പൊ തന്നെ ഈ ന്യൂട്രീഷനെ കുറിച്ച് ഒരു അവൈലബിലിറ്റി ഉള്ളവർ പ്രോട്ടീൻ റിച്ച് ഫുഡിനെ കുറിച്ചും കാർബോഹൈഡ്രേറ്റിനെ കുറിച്ചും വൈറ്റമിൻ, ഡിസീസ് പ്രിവെൻഷനെ കുറിച്ചും ഒക്കെ ഉള്ള ഫുഡിന്റെ ഒരു അവയർനെസ്, ന്യൂട്രീഷനെ കുറിച്ച് ഒരു അവയർനെസ് ഉള്ളവർ അതിനനുസരിച്ചുള്ള ബാലൻസ്ഡ് ഡയറ്റ് എടുക്കും. ഇനി ഹെൽത്ത് കോൺഷ്യസ്നെസ്, ഹെൽത്തിനെ കുറിച്ച് ഒരു കോൺഷ്യസ് ഉള്ളവർ, ഇപ്പൊ തന്നെ മുമ്പേ പറഞ്ഞ പോലെ എനർജി ഈൽഡിങ് ഫുഡ് ആവശ്യമുണ്ടെങ്കിൽ അതിനനുസരിച്ച് എടുക്കും. പിന്നെ പ്രോട്ടീൻ റിച്ച് ഫുഡിൻ്റെ ആവശ്യമുള്ളവർ അതിനനുസരിച്ച് എടുക്കും. വൈറ്റമിൻ, ഡിസീസ് പ്രിവെൻഷനും വൈറ്റമിൻ്റെ ഒക്കെ ആവശ്യം, അസുഖങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള, ഇപ്പം തന്നെ ക്യാൻസറസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അവർക്കൊക്കെ പെട്ടെന്ന് ഡിസീസസ് പിടിക്കും. അവർ ഇമ്മ്യൂണോ സപ്രസീവ് ആണ് എന്ന് വെച്ചാൽ അവർക്ക് വേഗം അസുഖങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അവർ അതിന് പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഫുഡ് എടുക്കാറുണ്ട്. ഇനി അടുത്തത് ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ്, ഫുഡ് പ്രോസസ്, അത് പ്രിസർവ് ചെയ്ത് വെക്കാൻ പറ്റുന്നത്. ഇപ്പം തന്നെ നമ്മൾ വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആകുമ്പോൾ അവർ പ്രിസർവ്ഡ് ഫുഡൊക്കെ ആയിരിക്കും കൂടുതൽ എടുക്കുന്നത്. കാരണം അവർക്ക് അല്ലാതെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ടൈം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിസർവ്ഡ് ഫുഡൊക്കെ കൂടുതൽ എടുക്കാറുണ്ട്. ഫാസ്റ്റ് ഫുഡിൻ്റെ കൾച്ചർ, അതായത് ഈ പറഞ്ഞ പോലെ തന്നെ ടൈം മാനേജ് ചെയ്യാൻ പറ്റാത്ത ഒരു ഫാസ്റ്റ് ഫുഡ് കൂടുതൽ എടുക്കും. പിന്നെ ഓൺലൈൻ ഫുഡ് ഡെലിവറി ഒക്കെ ഉണ്ട് ഇപ്പം. അപ്പോൾ അതുകൊണ്ട് കൂടുതലും അതിനനുസരിച്ചുള്ള ഫുഡുകളും ന്യൂട്രിയൻസ് അടങ്ങിയ ഫുഡുകളും ഒക്കെയാണ് എല്ലാം ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യും ന്യൂട്രീഷന്. അടുത്തത് പേഴ്സണൽ ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സ്. ഇപ്പോൾ ഓക്കുപ്പേഷൻ അനുസരിച്ച് നമ്മുടെ ഒരു ജോലിയുടെ ഭാഗമായിട്ട് നമുക്ക് ചിലപ്പം ഫുഡ് ഇൻടേക്ക് കുറയാറുണ്ട്. ഇപ്പോൾ വർക്ക് ലോഡ് കൂടുതലായിട്ടുള്ളവർ ചിലപ്പോൾ ഫുഡ് എടുക്കാൻ കുറച്ച് ലേറ്റ് ആവാറുണ്ട്, പ്രോപ്പറായിട്ട് ഫുഡ് എടുക്കാൻ പറ്റാതായിട്ടുണ്ട്. അപ്പം ടൈം ഇല്ലാത്തതുകൊണ്ട് അവർ ഫുഡ് കുറച്ചെടുക്കുന്നു, അല്ലെങ്കിൽ ടൈം പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ പറ്റത്തില്ല ഫുഡിൻ്റെത്. പിന്നെ ഫിസിക്കൽ ആക്ടിവിറ്റി ലെവൽ, ഇതിലിപ്പം നമുക്ക് തന്നെ അറിയാം, ഇരുന്ന് വർക്ക് ചെയ്യുന്നവരുണ്ടാവും, ചിലർ ഫിസിക്കലി കൂടുതൽ സ്ട്രെയിൻ ചെയ്ത് വർക്ക് ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ അവരുടെ എല്ലാം ഫുഡിൻ്റെ ന്യൂട്രീഷൻ്റെ ഇത് ഡിഫറെൻ്റ് ആണ്. നമുക്ക് അങ്ങനെയുള്ളവർ അതിനനുസരിച്ചുള്ള ബാലൻസ്ഡ് ഡയറ്റ് എടുക്കണമെന്നാണ്. അടുത്തത് ടൈം അവൈലബിലിറ്റി, ടൈമിനനുസരിച്ച് നമ്മൾ ചിലപ്പോൾ ഇപ്പം ധൃതി പിടിച്ച് ഡ്യൂട്ടിക്ക് പോകേണ്ടവരൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും, ഫുഡ് കുറച്ചേ എടുക്കുകയുള്ളൂ, അല്ലെങ്കിൽ അവർ അതിനനുസരിച്ചുള്ള ഫുഡ് എടുക്കാൻ നോക്കും. അടുത്തതാണ് ചേഞ്ചിങ് കൺസെപ്റ്റ് ഇൻ ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ. ചേഞ്ചിങ് കൺസെപ്റ്റ് എന്തൊക്കെയാണ്? ഒന്നാമത്തത് ഏർലിയർ കൺസെപ്റ്റ് ഓഫ് ഫുഡ്, പഴയ ആൾക്കാർ എന്താണ് വിചാരിച്ചിരിക്കുന്നത്. രണ്ടാമത്തത് ട്രാൻസിഷൻ ഫേസ്, അത് ചേഞ്ചിങ് ചെയ്ത് വന്ന ആ ഒരു ടൈം. അടുത്തത് മോഡേൺ കൺസെപ്റ്റ്, മോഡേൺ കൺസെപ്റ്റിൽ എന്താണ്, ഏർലിയർ കൺസെപ്റ്റിൽ എന്താണെന്ന് നമുക്ക് നോക്കാം. ഏർലിയർ കൺസെപ്റ്റിൽ ബേസിക് സർവൈവലിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫുഡ് കൺസ്യൂം ചെയ്തുകൊണ്ടിരുന്നത്. അതായത് നമുക്ക് സർവൈവ് ചെയ്യണം, ഫുഡ് എന്ന് പറയുന്നത് വിശപ്പടക്കാൻ വേണ്ടിയിട്ടും ജസ്റ്റ് ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ടും എന്നുള്ളൊരു കൺസെപ്റ്റായിരുന്നു പണ്ട്. പിന്നെ എനർജി, അന്നുള്ളവരൊക്കെ ഫിസിക്കലി കൂടുതൽ സ്ട്രെയിൻ ചെയ്ത് പണിയെടുക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് എനർജി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫുഡ് കഴിക്കുന്നു എന്നുള്ളൊരു ചിന്തയാണ്. പിന്നെ ട്രഡീഷണൽ ബിലീഫ്, ആ സമയത്ത് കൾച്ചറിൻ്റെയും റിലീജിയൻ്റെ അന്നേരത്തെ അവൈലബിലിറ്റിക്കും അനുസരിച്ചാണ് ആ ടൈമിലുള്ളവർ ഫുഡ് എടുത്തുകൊണ്ടിരിക്കുക. ഏർലിയർ കൺസെപ്റ്റ് ഇങ്ങനെയാണ്, അതായത് എനർജി തരുന്നതും നമ്മുടെ ജീവൻ ബേസിക് സർവൈവലിനും പിന്നെ നമ്മുടെ കൾച്ചറിനും അവൈലബിലിറ്റിക്കും അനുസരിച്ചാണ് പണ്ട് ഏർലിയറിലായിട്ട് നമുക്ക് ഫുഡ് കൺസ്യൂം ചെയ്തുകൊണ്ടിരുന്നത്. നോ സയൻറ്റിഫിക് അണ്ടർസ്റ്റാൻഡിങ് ഒന്നുമില്ല. അവർക്ക് സയൻറ്റിഫിക് ആയിട്ട് ഈ പറഞ്ഞ പോലെ ന്യൂട്രീഷൻ എന്താണ്, ഇന്ന ഫുഡ് എന്തിന് ഹെൽപ്പ് ചെയ്യുന്നു എന്നൊന്നും ആ ഏർലിയറിൽ അറിയുന്നുണ്ടായിരുന്നില്ല. അടുത്തത് ട്രാൻസിഷണൽ ഫേസ്. ട്രാൻസിഷൻ ഫേസിൽ ഡിസ്കവറി ഓഫ് ന്യൂട്രിയൻസ് എന്താണെന്നൊക്കെ മനസ്സിലാക്കി തുടങ്ങിയ ടൈമാണത്. റോൾ ഇൻ ബോഡി ഫങ്ഷൻസിനെ കുറിച്ചും
മനസ്സിലാക്കിക്കൊണ്ടിരുന്നതാണ്. ഇനി അടുത്തത് ഡെഫിഷ്യൻസി ഡിസീസ് ഐഡൻറ്റിഫൈഡ് ആവും. ആ സമയത്തൊക്കെ ഇന്ന ന്യൂട്രിയൻസ് ഉണ്ട്, ആ ന്യൂട്രിയൻസിൽ അതത്ര പ്രോപ്പറായിട്ട് എടുത്തിട്ടില്ലെങ്കിൽ ഇന്ന ഡെഫിഷ്യൻസി വരും, ഇന്ന അസുഖം വരും എന്നുള്ളത് മനസ്സിലാക്കി തുടങ്ങിയതാണ് ട്രാൻസിഷണൽ ഫേസ് എന്ന് പറയുന്നത്. അടുത്തത് മോഡേൺ കൺസെപ്റ്റ്. മോഡേൺ കൺസെപ്റ്റിൽ നമുക്കിപ്പോൾ എങ്ങനെ മനസ്സിലായി? ഫുഡ് ആസ് സോഴ്സ് ഓഫ് ഹെൽത്ത്. ഹെൽത്തിന് അത്യാവശ്യമാണ് ഈ ഫുഡ് എന്നുള്ളത് മനസ്സിലായി. ബാലൻസ്ഡ് ഡയറ്റിനെ കുറിച്ച് മനസ്സിലാക്കി തുടങ്ങി. ബാലൻസ്ഡ് ഡയറ്റ് എന്താണെന്ന് ഞാൻ പറയാം. ഇനി ഫങ്ഷണൽ ഫുഡിനെയും ന്യൂട്രീഷൻ അക്രോസ് ദ ലൈഫ് സ്റ്റേജസും റോൾ ഇൻ ഡിസീസ് പ്രിവെൻഷനും ഒക്കെ മനസ്സിലാക്കി തുടങ്ങി. അതായത് ഫുഡിൻ്റെ ഫങ്ഷൻസ് എന്താണെന്നും ലൈഫ് സ്റ്റേജസിൽ നമുക്ക് ഏതൊക്കെ ന്യൂട്രീഷൻ പ്രൊവൈഡ് ചെയ്യണം, അതായത് ന്യൂ ബോർണ്, ചിൽഡ്രൻ, അഡൽട്ട്, എൽഡർലി, ഈ ഒരു ടൈമിലൊക്കെ ഏത് ഫുഡ് അല്ലെങ്കിൽ ഏത് ന്യൂട്രിയൻസ് ആവശ്യമാണെന്നുള്ളതും മനസ്സിലാക്കി. ഇനി റോൾ ഇൻ ഡിസീസ് പ്രിവെൻഷൻ. ന്യൂട്രീഷന് നമ്മുടെ ഡിസീസ് പ്രിവെൻഷന് വേണ്ടിയിട്ട്, നമ്മുടെ അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എന്ത് റോളാണുള്ളതെന്നും മനസ്സിലാക്കി തുടങ്ങി. ഇനി റീസെന്റ് ട്രെൻഡ്സ് ഇൻ ന്യൂട്രീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പേഴ്സണലൈസ്ഡ് ന്യൂട്രീഷനായി. ഇപ്പം എനിക്ക് എന്താണോ ആവശ്യം, ഒരു പേഴ്സണിന് എന്താണോ ആവശ്യം അതിനനുസരിച്ച് ന്യൂട്രീഷൻ എടുക്കാൻ തുടങ്ങി. ഹോളിസ്റ്റിക് അപ്രോച്ചായി, പ്രിവെന്റീവ് ഹെൽത്ത് കെയർ ആയി, സസ്റ്റൈനബിൾ ന്യൂട്രീഷൻ. ഇതൊക്കെയാണ് ഈ റീസെന്റ് ട്രെൻഡ് എന്ന് പറഞ്ഞാൽ. അതായത് ബാലൻസ്ഡ് ഡയറ്റിനെ കൂടുതൽ മനസ്സിലാക്കി തുടങ്ങി. നമുക്കിതിനെ ഒന്ന് നോക്കാം, ഈ ടേബിൾ ഒന്ന് നോക്കാം. ഇനി ഈ പറഞ്ഞ ഏർലിയർ കൺസെപ്റ്റിനെയും മോഡേൺ കൺസെപ്റ്റിന്റെയും ഒരു ചെറിയ ടേബിൾ നോക്കാം. അതിന്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ സാറ്റിസ്ഫൈ ഹങ്കർ. ഏർലിയർ കൺസെപ്റ്റിൽ ഹങ്കർ സാറ്റിസ്ഫൈ ചെയ്യുക, അത് മാത്രമാണ് ഫുഡ് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. മോഡേൺ കൺസെപ്റ്റിൽ പ്രൊമോട്ട് ഹെൽത്ത് ആൻഡ് പ്രിവെന്റ് ഡിസീസ്. മനസ്സിലാക്കി ഇതിനെ ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നു, ഡിസീസിനെ പ്രിവെന്റ് ചെയ്യുന്നു എന്ന്. ഇനി ക്വാണ്ടിറ്റി ആയിരുന്നു ഏർലിയറിൽ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം ഇത്ര ക്വാണ്ടിറ്റി ഫുഡ് എടുത്താലേ നമുക്ക് ഇത്ര എനർജി പ്രൊവൈഡ് ചെയ്യുള്ളൂ എന്ന്. അടുത്തത് മോഡേൺ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ആൻഡ് ബാലൻസ്. അത് നോക്കി ഫുഡ് എടുക്കാൻ തുടങ്ങി. ക്വാളിറ്റിക്ക് അനുസരിച്ചും ബാലൻസും നോക്കിയിട്ടാണ്. അപ്പോൾ നേരത്തെ ക്വാണ്ടിറ്റി നോക്കിയെങ്കിൽ എത്ര എമൗണ്ട് എടുക്കുന്നു നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പം അതിൽ ചെറിയ എമൗണ്ട് ആണെങ്കിലും അതിൻ്റെ ക്വാളിറ്റി എന്താണെന്ന് മനസ്സിലാക്കി തുടങ്ങി. ഇനി നോളജ്. ഏർലിയർ കൺസെപ്റ്റിൽ ട്രഡീഷൻ അനുസരിച്ച്, ഇപ്പം നമ്മുടെ ജനറേഷൻ അനുസരിച്ച് മാറിക്കൊണ്ടിരുന്നു, ഇന്നതെടുത്താൽ ഇന്നതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടിരുന്നു. ഇപ്പം സയൻറ്റിഫിക് ആയിട്ട് പ്രൂവ് ചെയ്തു ന്യൂട്രീഷൻ എന്താണ്, ന്യൂട്രിയൻസ് എന്താണ്, അതിലടങ്ങിയിരിക്കുന്ന ന്യൂട്രിയൻസ് നമുക്ക് എന്തെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നു, അതിനനുസരിച്ച് നമ്മൾ മനസ്സിലാക്കി തുടങ്ങി. ഇനി അപ്രോച്ച്. ഏർലിയർ കൺസെപ്റ്റിൽ ജനറൽ ആയിട്ട് നമുക്ക് അപ്രോച്ചബിൾ ആയിരുന്നു, ഒന്നിച്ച്. ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, ഒരു കമ്മ്യൂണിറ്റി, അതിലുള്ളവർ ഇങ്ങനെ തന്നെ വിശ്വസിച്ച് ഹങ്കർ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന്. മോഡേൺ കൺസെപ്റ്റിൽ നമുക്ക് ഇൻഡിവിജ്വലൈസ്ഡ് ആയി. ഇപ്പോൾ ഒരാൾക്ക് എന്ത് ഫുഡാണ് ആവശ്യം, ആ ആളുടെ ഹെൽത്തിന് അക്കോർഡിംഗ് എന്ത് ഫുഡാണ് ആവശ്യം എന്നുള്ളത് മനസ്സിലാക്കി തുടങ്ങി. ഇനി ന്യൂട്രീഷൻ്റെ റോൾ എന്താണെന്ന് ചോദിച്ചാൽ, ഏർലിയർ കൺസെപ്റ്റിൽ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫുഡ് എടുത്തുകൊണ്ടിരുന്നത്. മോഡേൺ കൺസെപ്റ്റിൽ ഓവറോൾ വെൽബീയിങ്, നമ്മുടെ ഓവറോൾ വെൽബീയിങ്, അതായത് ഹെൽത്ത്, ഡിസീസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട്, ബോഡി ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അങ്ങനെ ഓവറോൾ വെൽബീയിങ്ങിൽ ബേസ് ചെയ്താണ് നമ്മൾ ന്യൂട്രീഷൻ കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്ത ടോപ്പിക്ക് നോക്കാം. ലാസ്റ്റ്, റിലേഷൻ ഓഫ് ന്യൂട്രീഷൻ ടു ഹെൽത്ത്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞതെല്ലാം ഹെൽത്തും ന്യൂട്രീഷനും തമ്മിൽ നല്ല കണക്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ എന്താണ് ഇതിൻ്റെ റിലേഷൻ നോക്കാം. അപ്പം ന്യൂട്രീഷൻ ആൻഡ് ഹെൽത്ത് ആർ ക്ലോസ്ലി കണക്റ്റഡ് ആണ്. ഗുഡ് ന്യൂട്രീഷൻ ഈസ് എസെൻഷ്യൽ ഫോർ മെയിൻറ്റെയിനിങ് നോർമൽ ബോഡി ഫങ്ഷൻ, പ്രിവെൻറ്റിങ് ഡിസീസ് ആൻഡ് പ്രൊമോട്ടിങ് ഓവറോൾ വെൽബീയിങ്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞതിൽ നമുക്ക് മനസ്സിലായി നോർമൽ ബോഡി ഫങ്ഷനും ഡിസീസ് പ്രിവെൻറ്റ് ചെയ്യാനും പ്രൊമോട്ടിങ് ഓവറോൾ നമ്മുടെ ബോഡി വെൽബീയിങ്ങിൻ്റെ എല്ലാത്തിനും ന്യൂട്രീഷൻ ആവശ്യമാണെന്ന് മനസ്സിലായി. അപ്പോൾ ഹെൽത്ത് എന്താണെന്ന് കൂടെ നോക്കാം നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ. എ സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ് ആണ് ഹെൽത്ത് എന്ന് പറയുന്നത്. ഹെൽത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിസിക്കലും മെൻ്റലിയും സോഷ്യൽ വെൽബീയിങ്ങും എല്ലാം ഇൻക്ലൂഡ് ആയിട്ടുള്ളതാണ് ഈ പറഞ്ഞ ഹെൽത്ത് എന്ന് പറയുന്നത്. ഇനി ഹൗ ന്യൂട്രീഷൻ അഫക്റ്റ് ഹെൽത്ത്. എങ്ങനെയാണ് ന്യൂട്രീഷൻ ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യുന്നത് നോക്കാം. ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ കുട്ടികളുടെ വളർച്ചയ്ക്കും കാര്യത്തിനും ഒക്കെ നമുക്ക് എന്ത് വേണം? ന്യൂട്രീഷൻ ആവശ്യമാണ്. അപ്പം ഗ്രോത്തിനെയും മെന്റൽ ഡെവലപ്മെന്റിനെയും ഒക്കെ എന്ത് വേണം? ന്യൂട്രീഷൻ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അടുത്തത് എനർജി പ്രൊഡക്ഷൻ.
എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം നമുക്ക് വെളിയിൽ ഫിസിക്കലായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളുണ്ടാവും, അവർക്ക് എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനനുസരിച്ചുള്ള ഫുഡ് ആവശ്യമാണ്, അല്ലെങ്കിൽ ന്യൂട്രിയൻസ് ആവശ്യമാണ്. അത് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫുഡുകൾ. അടുത്തത് ഇമ്മ്യൂണിറ്റി. ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രതിരോധ ശേഷിക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രോപ്പറായിട്ടുള്ള ന്യൂട്രീഷൻ ആവശ്യമാണ്. ബോഡി റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ്. നമ്മുടെ ബോഡിയുടെ റിപ്പയറിനും മെയിൻ്റനൻസിനും വേണ്ടിയിട്ട് ന്യൂട്രീഷൻ ആവശ്യമാണ്. ബോഡി റിപ്പയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒരു വൂണ്ട്, ഒരു സർജറി കഴിഞ്ഞ ഒരു പേഷ്യൻ്റ് ആണെന്ന് വെച്ചോ, അവർക്ക് പ്രോപ്പറായിട്ടുള്ള ബോഡി റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്, സർജിക്കൽ വൂണ്ടൊക്കെ റിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രോപ്പറായിട്ടുള്ള ന്യൂട്രീഷൻ വേണം. അതിന് നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ പ്രോട്ടീനാണ് നമുക്ക് ബോഡി റിപ്പയർ ചെയ്യുന്നതും ബോഡി ബിൽഡ് ചെയ്യുന്നതിനുമായിട്ടുള്ള, ബോഡിയുടെ മെയിൻ്റനൻസിന് വേണ്ടിയിട്ടുള്ള ന്യൂട്രിയൻസ്. പ്രിവെൻഷൻ ഓഫ് ഡിസീസ് നോക്കാം. പ്രിവെൻഷൻ ഓഫ് ഡിസീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒക്കെ നമ്മൾ ന്യൂട്രീഷൻ എടുക്കുന്നത്. അപ്പം ന്യൂട്രീഷനും ഈ ഹെൽത്തും തമ്മിൽ റിലേറ്റഡ് ആണ്. അടുത്തത് മെൻ്റൽ ഹെൽത്ത്. മെൻ്റൽ ഹെൽത്തും ന്യൂട്രീഷനും അഫക്റ്റഡ് ആണ്. എങ്ങനെ അഫക്റ്റഡ് ആവുന്നത്? ഇപ്പം നമ്മൾ പ്രോപ്പർ ന്യൂട്രീഷൻ ഇല്ല എങ്കിൽ നമ്മുടെ കോൺസെൻട്രേഷൻ പോകും, അതുപോലെ നമുക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാകും, നമ്മുടെ ഇമോഷൻസിനെയൊക്കെ ബാധിക്കും അത്. അതുകൊണ്ട് പ്രോപ്പർ ന്യൂട്രീഷൻ ആവശ്യമാണ് മെൻ്റൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്തത് എഫക്റ്റ് ഓഫ് ന്യൂട്രീഷൻ. എഫക്റ്റ് ഓഫ് ന്യൂട്രീഷനിൽ അണ്ടർ ന്യൂട്രീഷൻ ഉണ്ട്, ഓവർ ന്യൂട്രീഷനും ഉണ്ട്. അണ്ടർ ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ന്യൂട്രീഷൻ പ്രോപ്പറായിട്ട് എടുത്തിട്ടില്ലെങ്കിൽ വീക്ക്നെസ്സും, ഗ്രോത്ത് കുറയുന്നു, ഇൻക്രീസ്ഡ് ഇൻഫെക്ഷൻ്റെ ചാൻസ് കൂടുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ന്യൂട്രീഷൻ്റെ ഇൻടേക്ക് കുറഞ്ഞാലുള്ള കുഴപ്പം. ഓവറായിട്ടുണ്ടെങ്കിൽ ഒബിസിറ്റി ഉണ്ടാവും, ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റിസ് മെലിറ്റസ് അതുപോലുള്ള ഡിസീസൊക്കെ നമുക്കുണ്ടാവും. അതായത് ഒബേസിറ്റി ആവാം, എന്ന് വെച്ചാൽ വണ്ണം, ഓവർ വെയിറ്റ് ആവാം, ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? BP കൂടാം. ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന ഷുഗറൊക്കെ ഇൻക്രീസ് ചെയ്യാം. അപ്പം ഓവറായിട്ട് ന്യൂട്രീഷന് എടുക്കുമ്പം ഈ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് വരാം. ഇനി ബാലൻസ്ഡ് ഡയറ്റ് എന്താണെന്ന് നോക്കാം. ഈ ബാലൻസ്ഡ് ഡയറ്റ് ഈസ് എ ഡയറ്റ് ദാറ്റ് പ്രൊവൈഡ് ഓൾ essential nutrients in the right amount and proportion to maintain good health and a proper body function. നമ്മുടെ ഗുഡ് ഹെൽത്തിനും പ്രോപ്പർ ബോഡി ഫങ്ഷനും വേണ്ടിയിട്ട് ബാലൻസ്ഡ് ആയിട്ടുള്ള, അതായത് റൈറ്റ് എമൗണ്ടും റൈറ്റ് പ്രൊപ്പോർഷനിലും നമ്മൾ ഫുഡ് ഇൻ ചെയ്യുന്നതിനെയാണ് ബാലൻസ് ഡയറ്റ് എന്ന് പറയുന്നത്. ആ ഡയറ്റിനെയാണ് ബാലൻസ് ഡയറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു പിക്ചർ നോക്കിക്കേ. ഇതിൽ 40% ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആണ് നമ്മൾ എടുക്കണമെന്ന് പറയുന്നത്. ഇതാണ് ഒരു ബാലൻസ്ഡ് ഡയറ്റിൻ്റെ പ്രപ്പോർഷൻ. 25% പ്രോട്ടീൻ ഇൻടേക്കും 25% ഫൈബർ റിച്ച് കാർബോഹൈഡ്രേറ്റ്സും ഫാറ്റ് 10%. ഇതാണ് നമ്മുടെ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ. ബാലൻസ്ഡ് ഡയറ്റിൽ 40% ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സും വെജിറ്റബിളും, 25% പ്രോട്ടീനും 25% കാർബോഹൈഡ്രേറ്റും 10% ഫാറ്റും. ഇതാണൊരു ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്. അപ്പം ബാലൻസ്ഡ് ഡയറ്റ് എന്താണെന്ന് മനസ്സിലായോ? എസെൻഷ്യൽ ന്യൂട്രിയൻസ്, നമുക്ക് ആവശ്യമുള്ള ന്യൂട്രിയൻസ് റൈറ്റ് എമൗണ്ടിലും പ്രോപ്പർ പ്രപ്പോർഷനിലും ആണെങ്കിൽ ഇതിനെ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയും. ഇത് എന്തിനാണ്? നമ്മുടെ ഗുഡ് ഹെൽത്തിനും ബോഡി ഫങ്ഷൻ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ ഈ ബാലൻസ്ഡ് ഡയറ്റ് എടുക്കുന്നത്. അപ്പം നമ്മൾ പഴയ ഒരു എർലിയർ കൺസെപ്റ്റ് അനുസരിച്ച് ബാലൻസ്ഡ് ഡയറ്റ് ഉണ്ടായിരുന്നല്ലോ. ചിലപ്പോൾ ഇതിനകത്ത് കാർബോഹൈഡ്രേറ്റും ഫാറ്റും ഒക്കെ ആയിരിക്കും കൂടുതൽ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം കൂടുതൽ അവർ പറയുന്നത് നമുക്ക് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഫുഡിൽ ആഡ് ചെയ്യണമെന്നാണ്. ഇപ്പം ജിമ്മ്, ന്യൂട്രീഷണൽ അവയർനെസ് ഒക്കെ ഉള്ളത് കൊണ്ട് മിക്ക ആൾക്കാരും ഈ ബാലൻസ്ഡ് ഡയറ്റിലേക്ക് പോകുന്നുണ്ട്. അതായത് ഇപ്പം തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് അനുസരിച്ച് കൂടുതലും എന്താ സംഭവിക്കുക? ഡിസീസ് കൂടുന്ന ഒരു ഇതാണ്, കൺസെപ്റ്റാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ എന്താ ചെയ്യുക? ബാലൻസ്ഡ് ഡയറ്റിലേക്ക് മിക്ക ആൾക്കാരും പോകുന്നുണ്ട് ഇപ്പം. ഇനി നമുക്ക് സം ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ്ലി ആസ്കിങ് ഇൻ PSC എക്സാമിൻസിനൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ഞാൻ ഇപ്പം എടുത്ത ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ചോദിക്കാറുള്ളൂ. ഒന്ന്, ഡൈജഷൻ ഓഫ് ഫുഡ് ബിഗിൻ ഇൻ സ്റ്റൊമക്ക്, മൗത്ത്, ഇൻറ്റസ്റ്റൈൻ, ലിവർ. അപ്പോൾ നമ്മൾ ആദ്യത്തെ പോർഷനിൽ പറഞ്ഞില്ലേ, ഡൈജഷൻ്റെ പാർട്ടിൽ പറഞ്ഞ പോലെ തന്നെ ഡൈജഷൻ ഓഫ് ഫുഡ് ബിഗിൻ ഇൻ മൗത്ത്. ഡൈജഷൻ എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? മൗത്തിലാണ്. മനസ്സിലായി? കാർബോഹൈഡ്രേറ്റിൻ്റെ ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് മൗത്തിലാണ്.
അടുത്തത് അബ്സോർപ്ഷൻ ഓഫ് ന്യൂട്രിയൻസ് മെയിൻലി ഒക്കേഴ്സ് ഇൻ, അബ്സോർപ്ഷൻ എവിടെയാണ് മെയിൻ ആയിട്ട് ഒക്കർ ചെയ്യുന്നത്, എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? സ്റ്റൊമക്കിലാണോ? അല്ല. ലാർജ് ഇൻഡസ്റ്റൈനിലാണോ? അല്ല. സ്മോൾ ഇൻഡസ്റ്റൈനിലെ വില്ലേ എന്ന് പറയുന്ന പാർട്ടിലാണ് നമ്മുടെ ന്യൂട്രിയൻസിന്റെ അബ്സോർപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അടുത്തത് ബാലൻസ്ഡ് ഡയറ്റ് ഷുഡ് കണ്ടെയ്ൻ only energy, only protein, all food group in proper proportion, only vitamins. അപ്പോൾ നമ്മളിപ്പോൾ ലാസ്റ്റ് പോർഷനിൽ പഠിച്ച പോലെ തന്നെ ഓൾ ഫുഡ് ഗ്രൂപ്പ്സ് ഇൻ പ്രോപ്പർ പ്രൊപ്പോർഷനിൽ അടങ്ങിയിരിക്കുന്നതാണ് ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത ടോപ്പിക്കുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.